നെഞ്ചിൽ കൈവച്ച് തനിക്ക് പറയാൻ പറ്റുമോ? അവന്റെ ഭാര്യ ഗാഥ അവന് ചേർന്ന പെണ്ണാണ്, അത് തന്നെ മതി അവനെന്ന് തനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ സുമിത്രേ? അങ്ങനെ ഞാൻ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വെട്ടിക്കളയേണ്ടത് വെട്ടിക്കളയണം. ഇപ്പൊ സമാധാനായോ? ഇനി ഇതുപോലെ ചിടുങ്ങാൻ പാടില്ല കേട്ടോ. മോളെ, പാലപ്പെട്ടിയിലേക്കുള്ള വണ്ടി പോയാലേ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ളൂ. എന്നാ പോട്ടെ അമ്മേ. എന്താ അമ്മ ഇത്? പോയിട്ട് വരാട്ടോ. ശരി സുനന്ദേച്ചി. ശരി, വാ ഗോവറമ്മ. തങ്കേച്ചി, എന്താ ഇത്? തങ്കേച്ചി ഇങ്ങ് പോര്, നമുക്ക് അകത്തേക്ക് പോവാം. ദേ, നമ്മൾ നമ്മുടെ സങ്കടങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാലേ ഒരന്തവും കുന്തവും ഉണ്ടാവില്ല. ഒന്നും ആലോചിക്കാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. തങ്കേച്ചി ഇങ്ങ് വന്നേ, വാ. ഇതെന്താ ഈ പേപ്പർ? ക്ഷമയുടെ എല്ലാ അതിരുവരമ്പുകളും കഴിഞ്ഞു സുമിത്രേ. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സം പറഞ്ഞിട്ട് കാര്യമില്ല. വെട്ടിമുറിക്കേണ്ടത് എത്രയും നേരത്തെ വെട്ടിമുറിക്കണം, അതാ നല്ലത്. നന്ദേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? നവീനെ കൊണ്ട് ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിച്ചേ പറ്റൂ. ഈ ബന്ധനെ തുടർന്നുകൊണ്ട് പോകണ്ട. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ കാര്യത്തിനെ കുറിച്ച് എപ്പ സംസാരിച്ചാലും സുമിത്രയുടെ മറുപടി ഇതാ. ശരി, ഞാൻ മുൻകൈ എടുക്കുന്നില്ല. സുമിത്രയ്ക്ക് ഇത് പരിഹരിക്കാൻ പറ്റുമോ? അവന്റെ ജീവിതം ഭദ്രമാക്കാൻ പറ്റുമെന്നാ എന്റെ ചോദ്യം. അത് ഗാഥയുടെ ഉള്ളിന്റെ ഉള്ളില് നല്ലൊരു പെൺകുട്ടി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്നെങ്കിലും ഒരു ദിവസം വരം തരുമെന്നും പറഞ്ഞ് മൂർഖ പാമ്പിനെ ആരെങ്കിലും കൂടെ കിടത്തുവോ? നവീന്റെ കാര്യത്തില് അങ്ങനെ ഒരു ധൈര്യമുണ്ടോ അമ്മയ്ക്ക്? അവന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചോ? നമുക്കൊരു മരുമകൾ വന്നാൽ എങ്ങനെയായിരിക്കണം എന്നാ ഞാനും താനും ഒക്കെ ആഗ്രഹിച്ചേ. അവളെങ്ങനെ സ്നേഹിക്കണമെന്നാ, അവൾക്ക് എന്തൊക്കെ ഒരുക്കി കൊടുക്കണമെന്നാ, അവന്റെ കുഞ്ഞുങ്ങളെ എന്ത് വിളിക്കണം, എങ്ങനെ വിളിക്കണം എന്ന് വരെ നമ്മൾ കണക്ക് കൂട്ടി വെച്ചില്ലേ സുമിത്രേ? എന്തെങ്കിലും ഫലം ഉണ്ടായോ? നെഞ്ചിൽ കൈവച്ച് തനിക്ക് പറയാൻ പറ്റുമോ? അവന്റെ ഭാര്യ ഗാഥ അവന് ചേർന്ന പെണ്ണാണ്, അത് തന്നെ മതി അവനെന്ന് തനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ സുമിത്രേ? അങ്ങനെ ഞാൻ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വെട്ടിക്കളയേണ്ടത് വെട്ടിക്കളയണം. അത് അത്രയും നേരത്തെ തന്നെ വേണം. താൻ്റെ കൂടെ വാ, നമുക്കിത് അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. നന്ദേട്ടൻ തനിച്ചു പോയാ മതി. എനിക്കിത് അവരോട് പറയാനെന്തോ. ആദ്യം നമ്മളെ ഈ സംശയം മാറ്റണം. അവന് വേണ്ടിയാണ്, അവന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടി മാത്രമാണ്. വരുന്നുണ്ടോ താൻ? എതിർക്കാനാണെങ്കിൽ നിനക്ക് എപ്പോഴും എതിർക്കാം.
പക്ഷേ അത് പ്രതീക്ഷകൾ ബാക്കിയുണ്ടെങ്കിലേ ചെയ്യാവൂ. ഞാനും അമ്മയും നിന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കാത്തിരിപ്പ് നല്ലതാ മോനെ. പക്ഷേ ആ കാത്തിരിപ്പിനൊടുവിൽ ഒരു പൂർണ്ണതയുണ്ടാവും എന്നൊരു വിശ്വാസം നമുക്ക് വേണ്ടേ? നവീനെ, അച്ഛന് നല്ല വിഷമമുണ്ട്. നിന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുമെന്നും നമ്മൾ എങ്ങനെ ഇത് ചർച്ച ചെയ്യേണ്ടി വരുമെന്നും നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ലല്ലോ. ഇതുവരെ ആലോചിക്കാൻ നിനക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അത് ചെന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് നീ ആലോചിച്ചോളാം. എല്ലാവർക്കും നേരെ കൈയോങ്ങുന്ന, പ്രായമോ പ്രായവ്യത്യാസമോ നോക്കാത്ത സ്വഭാവമുള്ളൊരു പെണ്ണ്. അവൾ ജയിക്കുന്നതല്ലാതെ അവളുടെ മുമ്പിൽ മറ്റാരൊക്കെ തോറ്റുപോയി എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാത്തൊരു പെണ്ണ്. ഞാനാണ് സർവസ്വം എന്നും പറഞ്ഞ് കൺമുമ്പിൽ കാണുന്ന ബാക്കി എല്ലാവരും തന്നേക്കാൾ ഒരുപാട് താഴെയാണെന്ന് തർക്കിക്കുന്നൊരു പെണ്ണ്. പറ നവീനെ, അങ്ങനൊരു പെണ്ണ് നിന്റെ സങ്കല്പത്തിന് ചേരോടാ? തല്ലിപ്പിരിക്കാൻ വേണ്ടി ന്യായങ്ങൾ കണ്ടെത്തിയതല്ല അച്ഛൻ. ഇത് ന്യായമായിട്ട് പിരിക്കേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ടാ. ഞാൻ ഒപ്പിടാം. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നെക്കാൾ നന്നായിട്ട് നേരിടുന്നത് നിങ്ങളൊക്കെ. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് ഞാൻ വില കൽപ്പിച്ചില്ലെങ്കിൽ അത് കടുത്ത അപരാധമാണ്. നന്നായി മോനെ, നീ ഇതൊപ്പിട്. എന്നെ ഇറിറ്റേറ്റ് ചെയ്താൽ ഞാൻ വിളിക്കും. ആരെയും എന്തും വിളിക്കും. ഇതിനേക്കാളും വലിയ വീടേ എനിക്കുണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. അല്ലാതെ കളരിക്കൽ കുടുംബത്തിന്റെ വലിപ്പം അറിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ അന്തി ഉറങ്ങാൻ വേണ്ടി വിചാരിച്ച് വലിഞ്ഞു കയറി വന്നവളല്ല ഞാൻ. നവീൻ, ബൈ, ഗുഡ് ബൈ.